ഇന്ന് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വുഡിൻ്റെ ഡിസൈൻ വരയ്ക്കാമെന്നാണ് നോക്കുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചതാണ് ഫെവിക്കോളിൽ എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക, ആൾക്ക് ടിന്നറും ടർപ്പൻ്റും ഒക്കെ അലർജിയാണ്, അപ്പോൾ ഫെവിക്കോളിൽ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് SH ഫെവിക്കോള് കുറച്ചൊരു പാത്രത്തിലോട്ട് എടുത്ത് അതിലോട്ട് വെള്ളമാണ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ വരയ്ക്കാൻ വേണ്ടത് അത്ര നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ വേണമെങ്കിൽ ഇത് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് വീണ്ടും നമുക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഫെവിക്കോളിലാണ് വരയ്ക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കൊന്നും ചില ആൾക്കാർ തരാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ പെയിൻറ്റിൽ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പിന്നെ ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത് വീട്ടി പൗഡറാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ യെല്ലോ ഓക്സൈഡും അതുപോലെ റെഡ് ഓക്സൈഡും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കളറ് മിക്സ് ചെയ്യാം. നമ്മൾ ഈ പൗഡറിലോട്ട് കുറച്ച് ഫെവിക്കോള് ഒഴിച്ചു കൊടുത്ത് അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഒരു പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്യുക. കാരണം ഇത് കാറ്റ് വന്നാലൊന്നും പറന്നു പോവാതെ നമുക്കിത് ഈ ഒരു രീതിയിൽ പെയിൻറ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. കറക്റ്റായിട്ടൊരു പെയിൻറ്റ് ഇരിക്കുന്ന പോലെ തന്നെ പേസ്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ പൊടിയായിട്ട് എടുക്കുന്നതിനൊക്കെ നല്ലത് ഈ ഒരു രീതിയിൽ പേസ്റ്റാക്കി വെക്കുന്നതാണ്. നമുക്കൊരു ബോട്ടിലിൽ വേണമെങ്കിൽ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും, പെയിൻറ്റ് വയ്ക്കുന്ന പോലെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്രൗൺ മാത്രമാകുമ്പോൾ ചിലപ്പോൾ ഡാർക്ക് കളറൊക്കെ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് വരച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തേക്കിൻ്റെ വുഡിൻ്റെ ഒക്കെ കറക്റ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോയും റെഡും ഒക്കെ ഓക്സൈഡുകൾ ഇതിൽ മിക്സ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ വരയ്ക്കാൻ ഇഷ്ടമുള്ള ബ്രഷ് എടുക്കാം. അതായത് 2 ഇഞ്ച് ചെറിയ ബ്രഷ് കൊണ്ട് വരയ്ക്കാം, വലിയ ബ്രഷ് കൊണ്ട് വരയ്ക്കാം, 4 ഇഞ്ച് ബ്രഷ് കൊണ്ട് വരയ്ക്കാം. ഓരോന്നിൻ്റെയും വരയുടെ സ്പീഡും വരയ്ക്കുന്ന വരയുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് നമുക്ക് ബ്രഷിൻ്റെ വലിപ്പമൊക്കെ സെലക്ട് ചെയ്ത് വരയ്ക്കാം. വെറുതെ ലൈൻ ഇടാനാണെങ്കിൽ ഏറ്റവും നല്ലത് 4 ഇഞ്ച് എടുത്ത് വലിച്ച് ലൈനാക്കി വിടുമായിരിക്കും. പിന്നെ ഫെവിക്കോളിൽ വരയ്ക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ചെറിയ റഫ് പോലെയുള്ള ബേസിൽ വരയ്ക്കാനാണ് സുഖം. നമ്മുടെ നല്ല മിനുസമാക്കിയിട്ട് ഗ്ലോസി നല്ല ക്ലിയറൊക്കെ അടിച്ചതുപോലെ കിടക്കുകയാണെങ്കിൽ ഈ ഫെവിക്കോൾ ഇങ്ങനെ പൊട്ടി വിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് അടിച്ച് അതിന് മുകളിൽ ഡ്രൈ ആക്കിയിട്ടൊക്കെ വേണ്ടിയിരിക്കും ചെയ്യാൻ. പക്ഷേ ഈ സർഫേസർ അടിച്ച ബേസിലോ അതല്ലെങ്കിൽ എമൽഷൻ അടിച്ച ബേസിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ അടിപൊളിയായിട്ട് പെയിൻറ്റ് കൊണ്ട് വരയ്ക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം നല്ല ഗ്ലോസി അടിച്ചിട്ടുള്ളതിൻ്റെ മുകളിൽ ഫെവിക്കോൾ പെട്ടെന്ന് പിടിക്കില്ല. ഇങ്ങനെ ചേമ്പിനിലയിൽ വെള്ളമൊക്കെ ആയതുപോലെ ഇങ്ങനെ പൊട്ടി വിരിഞ്ഞ് നടക്കുകയുള്ളൂ. പക്ഷേ ഒരു ചെറിയ റഫാണെങ്കിൽ നല്ല ഈ സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. ഫെവിക്കോൾ ആ ബേസ് വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിന് ഗ്രെയിൻസൊക്കെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നത്. കാരണം വളരെ സ്പീഡായിട്ട് ഏറ്റവും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന വെറും ഒരു 50 രൂപയുടെ ചിലവുണ്ടാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇത്. അത്യാവശ്യം ഒരു ഡോറൊക്കെ വരയ്ക്കാൻ ഏറ്റവും കൂടി വന്ന ഒരു 50 രൂപയുടെ മെറ്റീരിയൽസ് മാത്രമാണ് ആവശ്യം ഉണ്ടാവുക. നമ്മൾ ഇനാമലിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് വേണ്ടി വരും. ഇത് കുറച്ച് വീട്ടിപ്പൊടി, ഒരു 100 ഗ്രാം വീട്ടിപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഏരിയ വരയ്ക്കാം. പിന്നെ ഫെവിക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി ഫെവിക്കോൾ മാത്രമാണ് നമുക്ക് ആവശ്യം. അതുപോലെ കാർപ്പൻറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിൽ നിന്നൊരു തരി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 1 ലിറ്റർ ഫെവിക്കോളൊക്കെ വെള്ളം പോലെ ഉണ്ടാക്കി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞതും വളരെ ഒറിജിനാലിറ്റി ആയിട്ടും വരയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇനാമലിൽ വരയ്ക്കുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇനാമലിലും എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫെവിക്കോളിൽ വരയ്ക്കുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വിലയില്ലാത്ത പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷേ വരയ്ക്കാൻ അറിയുന്ന ആളുകൾക്ക് ഏത് മെറ്റീരിയൽസ് ഉപയോഗിച്ചും വരയ്ക്കാം. എനിക്ക് തോന്നുന്നത് ഫെവിക്കോൾ നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഒരു 10 വർഷമൊക്കെ മുൻപ് വരച്ച വർക്കുകൾ ഇപ്പോഴും ഒരു കേടും വരാതെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്.